എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ അലയടിച്ച ആരവങ്ങൾ കെട്ടടങ്ങും മുൻപേ ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അത്യന്തം നാടകീയവും സ്ഫോടനാത്മകവുമായ രംഗങ്ങൾക്കാണ് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത്. പഞ്ചാബ് കിങ്സിന്റെ പക്കൽ നിന്നും ഗുജറാത്ത് ടൈറ്റൻസ് ആവേശകരമായ വിജയം തട്ടിയകറ്റിയ നിമിഷം IPL 2026 ഏറ്റവും വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയത്. മത്സരശേഷമുള്ള ശാന്തതയ്ക്കു പകരം കായികക്ഷമതയുടെ സകല പരിധികളും ലംഘിച്ചുകൊണ്ട് പഞ്ചാബ് കിങ്സ് ഉടമ പ്രീതി സിന്ധ നേരെ മൈതാനത്തേക്കിറങ്ങി ഗുജറാത്ത് നായകൻ ശുഭ്മാൻ ഗില്ലിനോട് രൂക്ഷമായി തട്ടിക്കയറുകയായിരുന്നു. തോൽവിയുടെ കടുത്ത നൈരാശ്യവും ഗില്ലിന്റെ ചില പ്രവൃത്തികളോടുള്ള അടക്കാനാവാത്ത അമർഷവും അവരുടെ മുഖത്ത് ഒരു അഗ്നിപർവ്വതം പോലെ എരിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ഇരുവരും തമ്മിലുള്ള ഈ ഹൈ വോൾട്ടേജ് വാഗ്വാദം കണ്ട് സ്റ്റേഡിയവും ടെലിവിഷൻ പ്രേക്ഷകരും അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി. എന്നാൽ ഈ നാടകീയതയുടെ യഥാർത്ഥ ട്വിസ്റ്റ് ഒളിഞ്ഞിരുന്നത് മത്സരശേഷം നടന്ന പത്രസമ്മേളനത്തിൽ ഗിൽ നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളിലാണ്. പ്രീതിയുടെ ഈ അനിയന്ത്രിത കോപത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളും പഞ്ചാബ് കിങ്സ് മാനേജ്മെന്റിനെതിരെ ഗിൽ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളും ചുരുളഴിയുന്ന ആ നിമിഷങ്ങൾ ഏതൊരു ക്രിക്കറ്റ് ആരാധകന്റെയും രോമാഞ്ചമുണർത്തുന്നതായിരുന്നു. മത്സരം അവസാനിച്ചയുടനെ ഇരു ടീമിലെയും കളിക്കാർ പരസ്പരം കൈകൊടുക്കാൻ മൈതാനമധ്യത്തിൽ ഒത്തുകൂടിയപ്പോഴാണ് ക്യാമറ കണ്ണുകൾ ആ അവിശ്വസനീയ ദൃശ്യം ഒപ്പിയെടുത്തത്. സ്വന്തം ടീമിന്റെ തോൽവിയിൽ അതീവ ദുഃഖിതയായിരുന്ന പ്രീതി സിന്ധ പെട്ടെന്ന് സ്റ്റാൻഡിൽ നിന്ന് താഴെയിറങ്ങി ഗില്ലിന്റെ നേർക്ക് പാഞ്ഞെടുക്കുകയായിരുന്നു. അവരുടെ മുഖഭാവങ്ങളും വേഗത്തിലുള്ള കാൽവെപ്പുകളും അവർ എത്രത്തോളം കോപാകുലയാണെന്ന് വിളിച്ചോതുന്നതായിരുന്നു. മൈതാനത്തെ ചർച്ചകളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ പ്രകാരം മത്സരത്തിനിടെ ഗിൽ നടത്തിയ രൂക്ഷമായ സ്ലെഡ്ജിന്റും ആക്രമണോത്സഹമായ പെരുമാറ്റവുമാണ് പ്രീതിയെ വല്ലാതെ പ്രകോപിപ്പിച്ചത്. കളിക്കളത്തിൽ വിജയിക്കുക എന്നത് പ്രധാനമാണെങ്കിലും കളിക്കാർ തമ്മിലുള്ള പരസ്പര ബഹുമാനമാണ് അതിനേക്കാൾ വലുതെന്ന് അവർ ഗില്ലിനോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. എന്നാൽ ഒട്ടും പിന്നോട്ടു പോകാതെ അതേ നാണയത്തിൽ തന്നെ ഗുജറാത്തിന്റെ ഈ യുവനായകൻ തിരിച്ചടിച്ചതോടെ കാര്യങ്ങൾ പൂർണ്ണമായും കൈവിട്ടുപോയി. സ്ഥിതിഗതികൾ വഷളായതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മാച്ച് ഒഫീഷ്യൽസിനും ഓടിയെത്തി ഇടപെടേണ്ടി വന്നു. ഈ സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരു വിഭാഗം കായിക സ്പിരിറ്റ് ഉയർത്തിപ്പിടിച്ച് പ്രീതി സിന്ധയെ പിന്തുണയ്ക്കുമ്പോൾ മറുഭാഗത്ത് ആധുനിക ക്രിക്കറ്റിന്റെ വീര്യമായി ഗില്ലിന്റെ അഗ്രഷനെ വാഴുകയാണ് വലിയൊരു വിഭാഗം യുവാക്കൾ. പക്ഷേ അന്ന് വൈകുന്നേരത്തെ ഏറ്റവും വലിയ ബോംബ് പൊട്ടിയത് മത്സരശേഷം നടന്ന ഔദ്യോഗിക പത്രസമ്മേളനത്തിലാണ്. മാധ്യമപ്രവർത്തകർക്ക് മുന്നിലെത്തിയ ഗിൽ യാതൊരു ഭാവഭേദവുമില്ലാതെ വളരെ ശാന്തനായി നടത്തിയ വെളിപ്പെടുത്തലുകൾ ക്രിക്കറ്റ് ലോകത്തെ ആകെ നടുക്കി. പ്രീതിയുടെ ഈ കോപം ഇന്നത്തെ മത്സരത്തിലെ സ്ലെഡ്ജിങ്ങിന്റെ മാത്രം പേരിലല്ലെന്നും മറിച്ച് കാലങ്ങളായി ഉള്ളിൽ പുകയുന്ന കടുത്ത വൈരാഗ്യത്തിന്റെ ബാക്കിപത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ സീസണിന്റെ തുടക്കത്തിൽ പഞ്ചാബ് കിങ്സ് മാനേജ്മെന്റ് തനിക്ക് നൽകിയ ചില സുപ്രധാന വാഗ്ദാനങ്ങൾ ഒരിക്കലും പാലിക്കപ്പെട്ടില്ലെന്ന ഞെട്ടിക്കുന്ന സത്യം ഗിൽ വെളിപ്പെടുത്തി. തനിക്ക് ഇന്നത്തെ വിജയം വെറും 2 പോയിന്റുകൾക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല, മറിച്ച് തന്നോട് കാണിച്ച ആ പഴയ അനീതികൾക്കും ലംഘിക്കപ്പെട്ട വാഗ്ദാനങ്ങൾക്കും ഉള്ള ചുട്ട മറുപടിയായിരുന്നുവെന്ന് അദ്ദേഹം തുറന്നടിച്ചു. കളിക്കളത്തിൽ കണ്ട ആ ആക്രമണോത്സുകത തന്നിൽ അടിച്ചമർത്തപ്പെട്ടിരുന്ന അതൃപ്തിയുടെ സ്ഫോടനമായിരുന്നുവെന്നും ഗിൽ കൂട്ടിച്ചേർത്തു. അവിടെയും തീർന്നില്ല. സ്ലെഡ്ജിങ്ങിന് തുടക്കമിട്ടത് പഞ്ചാബ് കിങ്സിലെ ചില താരങ്ങളാണെന്നും താനും ടീമും അതിനോട് പ്രതികരിച്ചുകൊണ്ട് സ്വന്തം ടീമിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഗിൽ വ്യക്തമാക്കി. ഇതിനു പിന്നിലെ മുഴുവൻ സത്യങ്ങളും പുറത്തുവന്നാൽ ക്രിക്കറ്റ് ലോകത്തെ പല പ്രമുഖർക്കും വൻ നാണക്കേട് നേരിടേണ്ടി വരുമെന്ന ഗില്ലിന്റെ കടുത്ത മുന്നറിയിപ്പ് പുതിയൊരു ചർച്ചയ്ക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. 2026 IPL സീസണിലെ ഏറ്റവും വലിയ വിവാദമായി മാറിയ ഈ സംഭവം പഞ്ചാബ് കിങ്സിന്റെ ആഗോള ബ്രാൻഡ് ഇമേജിനെയും ഗില്ലിന്റെ കരിയർ ധാർമ്മികതയെയും പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് കായിക വിദഗ്ധർ. BCCIയുടെ അച്ചടക്ക സമിതി ഈ വിഷയത്തിൽ ഇടപെട്ടാൽ ഇരു കൂട്ടർക്കും വൻ പിഴയോ കടുത്ത വിലക്കവും നേരിടേണ്ടി വന്നേക്കാമെന്നും അഭിപ്രായമുണ്ട്. പ്രിയപ്പെട്ട ക്രിക്കറ്റ് ആരാധകരെ, ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ നിഷ്പക്ഷമായ അഭിപ്രായം എന്താണ്? ഗിൽ മനഃപൂർവ്വം പഴയ മുറിവുകളിൽ ഉപ്പ് പുരട്ടുകയായിരുന്നോ? അതോ തുടർച്ചയായ തോൽവികളുടെ നിരാശ പ്രീതി സിന്ധ തെറ്റായ രീതിയിൽ പ്രകടിപ്പിച്ചതാണോ? നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ ഒരു മടിയും കൂടാതെ താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഈ വലിയ വിവാദത്തിന് ശേഷം പഞ്ചാബ് ടീമിന് വീണ്ടും ശക്തമായി തിരിച്ചുവരാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ചർച്ചകൾ കൂടുതൽ സജീവമാക്കാൻ ട്രൂത്ത് ഓഫ് ഗിൽ എന്ന് കമന്റ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.